വിദ്യാർത്ഥിനികൾ, ധാരാളം പ്രഭാഷണങ്ങൾ പല സ്ഥലങ്ങളിൽ നടത്തുവാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു എളിയ അധ്യാപകനാണ് ഞാൻ. പ്രഭാഷണങ്ങൾക്ക് ക്ഷണം ലഭിക്കുന്നത് സാധാരണഗതിയിൽ ഞങ്ങൾ കണക്കാക്കുന്നത് ഒരവസരം എന്ന നിലയിലും അതിലുപരി ഒരു അംഗീകാരം എന്ന നിലയിലുമാണ്. എന്നാൽ ഇന്ന് പരിശുദ്ധ പരുമല തിരുമേനിയെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്തുവാൻ എന്നെ ക്ഷണിച്ചത് അവസരമായോ അംഗീകാരമായോ ഞാൻ കണക്കാക്കുന്നില്ല. അതിലുപരി അതൊരു അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. ജോൺ മാത്യു സാറ് പറഞ്ഞതുപോലെ ഒരു സഹോദര സഭയിൽപ്പെട്ട വ്യക്തിയാണ് ഞാൻ എങ്കിലും എനിക്ക് അഭിമന്യ പരുമല തിരുമേനിയുമായിട്ട് വളരെയധികം ഹൃദയബന്ധമുള്ള വ്യക്തിയാണ്. എൻ്റെ സഭയിൽ, ഞാനിപ്പോൾ അംഗമായിരിക്കുന്ന സഭയിൽ എത്ര വിശുദ്ധന്മാരുണ്ട് എന്ന് ഞാനൊന്ന് അന്വേഷിച്ചു. കണക്ക് കണ്ടെത്തുവാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അന്വേഷണത്തിന്റെ കാരണം അൽഫോൻസാമ വിശുദ്ധിയായപ്പോൾ അൽഫോൻസാമ കത്തോലിക്ക സഭയിലെ എത്രാമത് വിശുദ്ധിയാണ് എന്ന് കണ്ടെത്താൻ പറ്റുമോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം. പക്ഷെ നടന്നില്ല. എനിക്ക് പരിചയമുള്ള വിശുദ്ധന്മാരിൽ 99.9% അതിൽ കൂടുതലും മറ്റ് ഭൂഖണ്ഡങ്ങളിൽ ജീവിച്ച് മരിച്ച വിശുദ്ധരാണ്. മറ്റ് രാജ്യങ്ങളിൽ ജനിച്ച് പ്രവർത്തിച്ച് കബറടങ്ങിയ വിശുദ്ധരാണ്. എന്നാൽ പരുമല തിരുമേനി നമുക്കേവർക്കും സമീപസ്ഥനാണ്. ജനനം കൊണ്ടും കർമ്മം കൊണ്ടും അദ്ദേഹം നമ്മുടെ സമീപസ്ഥനാണ്. അദ്ദേഹം ജനിച്ചു വളർന്ന പ്രദേശവും അദ്ദേഹം പ്രവർത്തിച്ച പ്രദേശങ്ങളും മുളന്തുരുത്തിയും തിരുവല്ലയും പരുമലയും ഒക്കെ തന്നെ നമുക്കേവർക്കും വളരെ സമീപ പ്രദേശങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വളരെ അടുത്ത പ്രദേശത്ത് ജീവിച്ച് നമ്മുടെ മനസ്സിൽ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വിശുദ്ധനായി പരുമല തിരുമേനി എനിക്കും നിങ്ങൾക്കും അനുഭവത്തിനാകില്ല. ഈ സ്ഥലം കൊണ്ടോ അല്ലെങ്കിൽ സ്ഥലവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കൊണ്ടോ അല്ല അദ്ദേഹം നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത്. മാനസികമായും നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹം സമീപസ്ഥനാണ്. ഈ പ്രദേശം വഴി കടന്നു പോകുമ്പോൾ സമയമുള്ളപ്പോഴൊക്കെ ഈ പള്ളിയിൽ കടന്നു വരുവാനും തിരുമേനിയോട്, പരിശുദ്ധനായ തിരുമേനിയോട് പ്രാർത്ഥിക്കുവാനും സമയം കണ്ടെത്തുന്ന ഒരു എളിയ വിശ്വാസിയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് മുൻപും ഞാൻ ഈ പള്ളിയിലെത്തി. ഏറ്റവും അവസാനം നടന്നത് എൻ്റെ മകൻ്റെ വിവാഹമാണ്. എൻ്റെ മകൻ്റെ വിവാഹത്തിന് മുൻപ് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 3 മക്കളും ഈ പള്ളിയിലെത്തിയിരുന്നു. മറ്റൊന്നിനും വേണ്ടിയല്ല, കൂടെ ഉണ്ടാവണം, കാക്കണം, എല്ലാം ഭംഗിയാക്കണം, മക്കളെ അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിരുമേനി നമുക്കേവർക്കും മാനസികമായും സമീപസ്ഥനാണ് എന്ന്. ഇതിനേക്കാൾ എനിക്ക് തിരുമേനിയോട് ബന്ധം തോന്നുന്ന ഒരു കാര്യം, തിരുമേനി മലയാളം സംസാരിക്കുന്ന അപൂർവം വിശുദ്ധന്മാരിലാണ്, അല്ലെങ്കിൽ സംസാരിച്ചിരുന്ന അപൂർവം വിശുദ്ധന്മാരിലാണ് എൻ്റെ മാതൃഭാഷ സംസാരിച്ച വിശുദ്ധൻ. നിങ്ങൾ ലോകത്തിലെ വിശുദ്ധന്മാരുടെ പട്ടിക എടുത്തു നോക്കി. ഞാൻ പറഞ്ഞു 99.9 മുതലധികവും മറ്റ് ഭാഷകൾ സംസാരിക്കുന്നവരാണ്.
നമ്മുടെ ഭാഷ, മലയാള ഭാഷ, മാതൃഭാഷ സംസാരിച്ച വിശുദ്ധൻ. ഈ വിശുദ്ധനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികളായി നിങ്ങൾ നിൽക്കുന്നു, അധ്യാപകരായി ഞങ്ങൾ നിൽക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഏതാനും ചില ചിന്തകൾ തിരുമേനിയുമായി ബന്ധപ്പെടുത്തി പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുൻപായി വിശുദ്ധനെ കുറിച്ചുള്ള ഒരു സങ്കല്പം നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആരാണ് വിശുദ്ധൻ? എങ്ങനെയുള്ള ആളായിരിക്കണം ഒരു വിശുദ്ധൻ? ഇതിന്റെ വിശദീകരണത്തിന് ഞാൻ അവലംബിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുള്ള പഴയകാല പേർഷ്യൻ കവി ഖലീൽ ജിബ്രാന്റെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചു, എല്ലാവരും പറയുന്നു മലമുകളിലെ സന്യാസി വിശുദ്ധനാണ് എന്ന്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഈ പാഠം. എല്ലാവരും പറയുന്നു മലമുകളിലെ സന്യാസി വിശുദ്ധനാണ് എന്ന്. എന്നാൽ ഞാൻ അങ്ങനെ പറയുന്നില്ല. അദ്ദേഹം തുടരുകയാണ്, ഏത് നിമിഷത്തിലാണോ അയാൾ തൻ്റെ വിശുദ്ധിയുടെ പടവുകൾ ഇറങ്ങി വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിന് ഒരു ചാവുപാട്ട് പാടുന്നത്, എൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് ഒരു നൃത്തം ചവിട്ടുന്നത്, അപ്പോഴേ അയാൾ വിശുദ്ധനാകുന്നു. മലമുകളിൽ സാധാരണ ജനങ്ങളിൽ നിന്ന് വളരെ അകലെ തപസ്സും പ്രാർത്ഥനയുമായി ഇരുന്നാൽ വിശുദ്ധനാണ് എന്ന് ആ വ്യക്തി സമ്മതിക്കുവാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ, എൻ്റെ സുഖ ദുഃഖങ്ങളിൽ ആ വ്യക്തി പങ്കാളിയാകുന്ന നിമിഷത്തിൽ മാത്രമേ ആ വ്യക്തിയെ ഒരു വിശുദ്ധനായി ഞാൻ പരിഗണിക്കുകയുള്ളൂ, അംഗീകരിക്കുകയുള്ളൂ. ഈ ഒരു അളവുകോലുകൊണ്ട് പരിമല പരിശുദ്ധനെ അളന്നാൽ തീർച്ചയായും നാം 100% ആത്മാർത്ഥതയോടെ പറയും, എൻ്റെ വിശുദ്ധനാണ് പരിമല തിരുമേനി, എനിക്ക് സ്വീകാര്യനായ വിശുദ്ധനാണ് പരിമല തിരുമേനി എന്ന്. ഞായറാഴ്ചകളിലും ഇടദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും ഈ പള്ളിയിൽ വരുന്ന അനേകം വിശ്വാസികളുടെ പ്രാർത്ഥന, അവരുടെ ആ മനോഭാവം, അവരുടെ മനസ്സിൽ നേരുന്ന വേദനകൾ നമുക്ക് നേരിട്ട് കാണുവാൻ സാധിക്കും. തിരുമേനി കിടന്നിരുന്ന ഉപയോഗിച്ചിരുന്ന കട്ടിലിന്റെ പുറത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും അനേകർ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ നിങ്ങളും കണ്ടിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അർത്ഥം എൻ്റെ ദൈനംദിന ജീവിതത്തിലെ പ്രയാസങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക് വിശുദ്ധൻ ആശ്വാസമായി ഇറങ്ങി വരണമെന്നാണ്. അപ്രകാരം പ്രാർത്ഥിക്കുവാനുള്ള കാരണം അനേകർക്ക് ആ വ്യക്തി ആശ്വാസം കൊടുത്തിട്ടുണ്ട് എന്നതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അംഗീകരിക്കാവുന്ന, നമുക്ക് സ്വീകാര്യനായ വിശുദ്ധനായി പരിശുദ്ധ പരിമല തിരുമേനി മാറിയിരിക്കുകയാണ്. ഇന്നൊരു വിദ്യാർത്ഥി സമ്മേളനമായതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസത്തോടുള്ള പരിമല തിരുമേനിയുടെ കാഴ്ചപ്പാടുകളും പുതിയ തലമുറ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതല്ല എങ്കിൽ കഴിഞ്ഞ ദിവസം എനിക്ക് പറ്റിയതുപോലെ സംഭവിക്കും. ജോൺ മാത്യു സാർ പറഞ്ഞു, ഞാൻ ദോഹയിൽ പോയിരുന്നതാണ്. ഞാൻ ദോഹയിൽ പോയത് ഒരു ക്വിസ് മത്സരം നടത്താൻ വേണ്ടി പോയതാണ്, ഒരു പ്രശ്നോത്തരി നടത്താൻ പോയതാണ്. ദോഹയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള മത്സരം. ചോദ്യം അധികം കടുപ്പമാകരുത് എന്ന് സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നിസ്സാരമായ ചോദ്യങ്ങൾ, എന്നാൽ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളാണ് എൻ്റെ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഞാനൊരു ചോദ്യം പ്രകാരം ചോദിച്ചു. 1947 ഓഗസ്റ്റ് 15-ന്, ആ ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പോയി റെഡിയായിട്ടിരുന്നോ? 47 ഓഗസ്റ്റ് 15-ന് ഭാരതം അതിൻ്റെ 1ാം സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുന്ന സമയത്ത് മഹാത്മാഗാന്ധിജി എവിടെയായിരുന്നു? ഇതായിരുന്നു എൻ്റെ ചോദ്യം. എന്താണ് നിങ്ങളുടെ ഉത്തരം? വീട്ടിലായിരുന്നു. പിന്നെ ഭാര്യ വീട്ടിൽ പോയിരിക്കും.
എന്തോ നിങ്ങൾ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ ആരെങ്കിലും എഴുതിട്ട് പറയാം, പറയാം. ഉത്തരം അറിയാവുന്ന ആൾക്കാർ കുറെ എഴുതാകണ്ട. ആദ്യം ഇവരുടെ ചോദ്യത്തിന് ശേഷം ഞാൻ അങ്ങോട്ട് വരാം. അവിടെയും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഓഡിയൻസിൽ നിന്നാണ് ഉത്തരം പറഞ്ഞത്. വിദ്യാർത്ഥികൾ എന്ന് പറയാം. എവിടെയായിരുന്നു ഗാന്ധി? എവിടെയാ? കൽക്കട്ടയോ? ഓക്കെ, അതെന്ത് ആയിക്കോട്ടെ. അവിടെ എനിക്ക് കിട്ടിയ ഉത്തരം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നതാണ്. ഗാന്ധിജി അപ്പോൾ ജീവനോടെ ഇല്ലായിരുന്നു. ഗാന്ധിജി പോർബന്തറിലായിരുന്നു. ഗാന്ധിജി ബിർള മന്ദിറിലായിരുന്നു. ഗാന്ധിജി ഡൽഹിയിലായിരുന്നു. ഒരു സരസൻ അർദ്ധരാത്രി എന്നുള്ള വാക്കുകൊണ്ട് മിഡ് നൈറ്റ് ഞാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഗാന്ധിജി ഉറങ്ങുകയായിരുന്നു. സദസ്സിലിരുന്ന ഒരാൾ പറയാൻ ശ്രമിച്ചു. ഇപ്പോഴും അദ്ദേഹം പറയാം ഇനി പറയാം. കൈവൊക്കെയാണ്. എവിടെയാണ്? തെരുവീതി, കൽക്കട്ടയിൽ എന്നാണ് പറഞ്ഞത്. ഓക്കെ, യഥാർത്ഥ സ്ഥലം പറയാൻ അവർക്ക്. ഗാന്ധിജി ഒരു ഗ്രാമത്തിലായിരുന്നു, നവഖോലി എന്ന് പറയുന്ന ഗ്രാമത്തിലായിരുന്നു. ഇന്നത് ബംഗ്ലാദേശിലാണ്. ഞാൻ എന്തുകൊണ്ട് ഈ കാര്യം ഞാൻ ദോഹയ്ക്ക് പോയ കാര്യം നിങ്ങളെ പറഞ്ഞറിയിക്കാൻ വേണ്ടി പറഞ്ഞതല്ലായിരുന്നു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പുതിയ തലമുറയ്ക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ പഴയ തലമുറ നൽകുന്നില്ല എങ്കിൽ മനസ്സിൽ വെക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾ വിസ്മരിക്കും. അത്തരം കാര്യങ്ങളെ നിങ്ങൾ ഗൗരവമല്ലാത്ത രീതിയിൽ കണക്കാക്കും എന്നതുകൊണ്ട് പുതിയ തലമുറയിലേക്ക് പഴയ തലമുറയിൽപ്പെട്ട ഒരു അധ്യാപകൻ പരുമല തിരുമേനിയുടെ വിദ്യാഭ്യാസ വീക്ഷണത്തെക്കുറിച്ച് പറയേണ്ടത് ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. ഏതാണ്ട് 100 വർഷത്തിന് മുൻപ് തന്നെ തിരുമേനി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെ തന്നെ 2 സ്ഥാപനങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റ് സ്ഥാപനങ്ങൾ പല സ്ഥലങ്ങളിലുമുണ്ട്. 100 വർഷത്തിന് മുൻപ്, ഒരു ശതാബ്ദത്തിന് മുൻപ് തന്നെ വിദ്യ കൊണ്ടുള്ള പ്രയോജനം എന്താണ്, എങ്ങനെ ആയിരിക്കണം വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്ത ദീർഘവീക്ഷണമുള്ള മഹാനായ കർമ്മയോഗിയായിരുന്നു അഭിമന്യ പരുമല തിരുമേനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യയുടെ മുൻപോട്ടുള്ള വികസന മാർഗത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഈ പ്രാധാന്യം അനുസരിച്ച് ഇംഗ്ലീഷ് സ്കൂളുകൾ ആരംഭിക്കുവാൻ തന്റെ പള്ളികൾക്ക് കൽപ്പന കൊടുക്കുകയും ചെയ്ത മഹാനായ ദീർഘവീക്ഷണമുള്ള വിദ്യാഭ്യാസ വിദഗ്ധനായിരുന്നു പരിശുദ്ധ പരുമല തിരുമേനി. അദ്ദേഹം മനസ്സിലാക്കിയ പ്രകാരം ഭാരതീയന് ലോകത്തിലേക്കുള്ള വാതിലാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ഭാരതീയൻ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ഏത് രാജ്യത്ത് പോയാലും നമുക്കവിടെ ഭാരതീയനെ കണ്ടെത്തുവാൻ സാധിക്കും. ഭാരതീയനില്ലാത്ത ഒരു ഭൂഖണ്ഡം പോലും ഉണ്ടോ എന്ന് എനിക്ക് സംശയം. അവിടെയെല്ലാം നമ്മുടെ പിതാക്കന്മാരുടെയും അതിനു മുൻപുള്ള പിതാക്കന്മാരെയും ഒക്കെ കൊണ്ടെത്തിച്ചതിന്റെ പിറകിൽ അവർക്ക് കാലാകാലങ്ങളിൽ ലഭിച്ചിരുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. ഇത് വളരെ മുൻകൂട്ടി തിരിച്ചറിയുവാൻ അഭിമന്യ തിരുമേനിക്ക് സാധിച്ചു, പരുമല പരിശുദ്ധന് സാധിച്ചു. അക്കാലത്ത് സ്കൂൾ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസകരമായ കാര്യമാണ്. കാരണം ഒരു പള്ളിയും സാമ്പത്തികമായി അന്ന് മെച്ചപ്പെട്ട നിലയിലായിരുന്നില്ല, ഒരു സഭയും മെച്ചപ്പെട്ട നിലയിലായിരുന്നില്ല. ജനങ്ങളും വിശ്വാസികളുടെ സമൂഹവും എല്ലാവരും സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാൻ സ്ഥലം കണ്ടെത്തുക, തുടങ്ങുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. അതിന് അദ്ദേഹം കണ്ടെത്തിയ മാർഗം മറ്റെങ്ങും പോകണ്ട, പള്ളിയിൽ തന്നെയാകട്ടെ, പള്ളിയോട് ചേർന്നാകട്ടെ പള്ളിക്കുടങ്ങളല്ല. പള്ളിയുടെ മേടയിൽ, പള്ളിമുറിയിൽ പള്ളിക്കുടം ആരംഭിച്ചുകൊണ്ട് ആ കാലത്തെ ജനങ്ങൾക്ക് ലോകത്തിന്റെ വാതിൽ തുറന്നിട്ട് കൊടുത്ത മഹാനായ കർമ്മയോഗിയെ വിദ്യാർത്ഥികളായ നിങ്ങൾ ഇന്ന് മനസ്സിൽ സൂക്ഷിക്കണം. തുമ്പമണ്ണും തിരുവല്ലയിലുമൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുവാൻ സ്ഥലം കണ്ടെത്തി ഇത്തരം സ്ഥാപനങ്ങൾ ആരംഭിക്കുവാൻ അദ്ദേഹം തയ്യാറാണ്. ഞാൻ സൂചിപ്പിക്കുമല്ലോ, പള്ളിയോട് ചേർന്ന് പള്ളിമുറിയിൽ തന്നെ സ്കൂൾ ആരംഭിച്ചു. തുമ്പമണ്ണിൽ പള്ളിമുറിയിലാണ് സ്കൂൾ ആരംഭിച്ചത്.
1902 പാലിയേക്കര പള്ളി, തിരുവല്ലയിലുള്ള പാലിയേക്കര പള്ളിയിൽ വിളിച്ചു ചേർത്ത സമുദായ സ്നേഹികളുടെ പൊതുയോഗത്തിൽ ആ പള്ളിയിൽ ഒരു സ്കൂൾ കൂടി ആരംഭിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അതിന് അന്ന് നിർദ്ദേശിക്കപ്പെട്ട പേര് സെറിയൻ ഇംഗ്ലീഷ് ഹൈസ്കൂൾ എന്നാണ്. പിന്നീട് അത് മാർ ഗ്രിഗോറിയസ് മെമ്മോറിയൽ MGM സ്കൂളായിട്ട് പിന്നീട് മാറിയിട്ടുണ്ട്. അക്കാലത്ത് തിരുമേനിക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു പ്രമുഖൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള, മനോരമയുമായി ബന്ധപ്പെട്ട വർഗീസ് മാപ്പിള, കണ്ടത്തിൽ വർഗീസ് മാപ്പിള തിരുമേനിയുടെ സ്വാധീനത്തിൽ അക്കാലത്ത് സ്ത്രീകൾക്ക് മാത്രമായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തിരുവല്ലയിൽ ബാലികാമഠം സ്കൂൾ ആരംഭിച്ചു. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം സ്ഥാപനങ്ങൾ സ്വന്തം പ്രയത്നം കൊണ്ട് പടുത്തുയർത്തുകയും മറ്റുള്ളവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്ത മഹാനായ മനുഷ്യനെയാണ് ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ സ്മരിക്കുന്നത്. പരമ്പര തിരുമേനിയുടെ ജെറുസലേം യാത്ര നിങ്ങൾ അതിനെപ്പറ്റി വായിച്ചിട്ടുണ്ട്. ഓസ്ലം യാത്ര ഒരു പുസ്തകമാണ്, വായിക്കുന്നത് നല്ലതാണ്. യാത്രാവിവരണം. ജെറുസലേം യാത്ര കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം പരുമലപ്പള്ളി, ഈ സ്ഥലത്ത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത്, ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കാം, ഇവിടെ എത്തി. അവിടെ എത്തി തന്റെ വിദേശ യാത്ര കൊണ്ട് താൻ പഠിച്ച കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു, ഒരു പ്രഭാഷണത്തോട് പറഞ്ഞു. ഈ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്നും ഉത്തരാധുനിക കാലത്തിൽ ജീവിക്കുന്ന 2013 ജീവിക്കുന്ന ഇന്ന് നമുക്കും വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. ഏതാനും ചില കാര്യങ്ങൾ നമുക്കതൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അദ്ദേഹം അത് പറയുന്നതായി, നാട്ടിൽ അജ്ഞാനികളായി ദാരിദ്ര്യത്തിൽ മുഴുകിയും കഷ്ടപ്പെട്ടും വസിക്കുന്ന അനേകം ആളുകൾ. ആ കാലം നിങ്ങൾ ഓർത്തിരിക്കണം. ധാരാളം ആൾക്കാർ ദാരിദ്ര്യത്തിൽ കഴിയുന്നു, കഷ്ടപ്പെട്ട് കഴിയുന്നു. പ്രത്യേകിച്ച് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാര്. ഈ സാധുക്കൾക്ക് സത്യമായ ദൈവവിശ്വാസം ഉണ്ടാക്കേണ്ടതും അവരുടെ കഷ്ടപ്പാടുകൾ തീർക്കേണ്ടതും അവർക്ക് അറിവുണ്ടാക്കി കൊടുത്ത് അവരെ പാപങ്ങളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും മോചിപ്പിക്കേണ്ടതും നമ്മുടെ കർത്തവ്യമാണ്. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ വീക്ഷണം ക്രൈസ്തവന്റെ ഉയർച്ച മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസ വീക്ഷണമായിരുന്നു. പിന്നെയോ നാം ജീവിക്കുന്ന സമൂഹം നമ്മോടൊപ്പം ഉയർന്നു വരുമ്പോൾ മാത്രമേ അതിന്റെ വികസനം എന്ന് കരുതാവൂ എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിനുവേണ്ടി ചുറ്റുമുള്ളവരുടെ വേദനകൾ കണ്ടെത്തുകയും അവരുടെ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കുകയും ഈ പിന്നോക്കാവസ്ഥയ്ക്കുള്ള പരിഹാരം വിദ്യാഭ്യാസം മാത്രമാണെന്ന് ധരിക്കുകയും അതിനുവേണ്ടി മുൻകൈ എടുക്കുകയും ചെയ്ത, കാലത്തിന് മുൻപേ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു കർമ്മയോഗിയാണ് ഇന്ന് നാം ഇന്ന് സ്മരിക്കുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ ചെയ്തു. അദ്ദേഹം പറയുന്നത് ഈ പരിമല വെച്ച് പറഞ്ഞു, ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമല്ല മറ്റു മതക്കാരുടെ ഇടയിലും ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അത്രമാത്രം ഹൃദയ വിശാലത. വിദ്യാഭ്യാസം ഏറെ ചെന്നിട്ടും നമുക്ക് മാനസികമായി സങ്കുചിതരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്വന്തം ജാതിക്കപ്പുറത്ത്, സ്വന്തം സഭയ്ക്കപ്പുറത്ത് ചിന്തിക്കുവാൻ നാം തയ്യാറല്ലാതായി വരുന്ന ഒരു സാഹചര്യത്തിൽ, ദുഃഖകരമായ സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ ചുറ്റും ജീവിക്കുന്നവരുടെ വേദന കണ്ടെത്തി അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ മനസ്സ് കാണിച്ച ഈ കർമ്മയോഗിയെ ഈ തലമുറ മനസ്സിൽ സൂക്ഷിക്കണം. അദ്ദേഹം ഒരു കാര്യം കൂടെ ചേർത്ത് പറയുകയുണ്ടായി, മറ്റു മതക്കാരുടെയും ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കണം. ഇത് സുവിശേഷ പ്രചാരത്തിന് ഉത്തമ മാർഗം. അദ്ദേഹം വിദ്യാഭ്യാസത്തെ കണ്ടത് വെറും ഒരു പ്രവർത്തനമായിട്ടല്ല, അതിലുപരി ഇതൊരു വലിയ ദൗത്യമാണ്, ഇതൊരു ആത്മീയ പ്രവർത്തനമാണ്. ഒരുപക്ഷെ മറ്റു മതസ്ഥർക്ക് വിദ്യാഭ്യാസം ഒരു സാംസ്കാരിക പ്രവർത്തനം മാത്രമായിരിക്കാം, മറ്റു മതസ്ഥർക്ക് അത് ഏതെങ്കിലും മറ്റു ചില പ്രവർത്തനങ്ങളായിരിക്കാം. എന്നാൽ പരിശുദ്ധ പരിമല തിരുമേനി വിദ്യാഭ്യാസത്തെ കണ്ടത് അതൊരു ആത്മീയ പ്രവർത്തനം എന്ന നിലയിലാണ്. കാരണം നല്ല വിദ്യാഭ്യാസം നല്ല മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കും, അതുവഴി സമൂഹത്തിൽ നന്മ വ്യാപിക്കും. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് അദ്ദേഹം ചിന്തിച്ചു. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, ദൈവാനുഗ്രഹം സിദ്ധിച്ച ക്രിസ്തീയരായ മഹാന്മാർ ഇംഗ്ലീഷിൽ എഴുതിയ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്തീയ തത്വങ്ങൾ കുട്ടികൾ വേരുന്നു. നല്ല നല്ല ചിന്തകൾ, അക്കാലത്തുണ്ടായിരുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരുന്ന ഇംഗ്ലീഷുകാരായ നല്ല ചിന്തകൾ, എഴുത്തുകാർ, തത്വചിന്തകൾ, അവരൊക്കെ
അവരുടെ കാര്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുമ്പോൾ അത് വായിച്ചു പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ നന്മയിൽ വേരൂന്നി വളരും എന്നുള്ള ചിന്തയാണ് അതിന്റെ പിറകിലുണ്ടായിരുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്, പാശ്ചാത്യ വിദ്യാഭ്യാസം കൊണ്ട്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ട് നമുക്കുണ്ടാകേണ്ടത് മനപരിവർത്തനമാണ് എന്ന് സൂചിപ്പിക്കും. അല്ലാതെ വെറും അവരുടെ വേഷഭൂഷാദികൾ അണിഞ്ഞ് സംതൃപ്തി അണയുന്ന സമൂഹമായി നമ്മൾ മാറരുത് എന്ന് സൂചിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അവരുടെ വേഷമല്ല, അവരുടെ വേഷഭൂഷാദികളല്ല സ്വീകരിക്കേണ്ടത്. പിന്നെയോ അവർ പ്രചരിപ്പിച്ച നന്മയുടെ മാർഗങ്ങൾ, അവർ പ്രചരിപ്പിച്ച ക്രൈസ്തവ മൂല്യങ്ങൾ, അവർ പ്രചരിപ്പിച്ച സാമൂഹിക പ്രതിബദ്ധത, ഇതൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറണമെന്നുള്ള ചിന്ത എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞു. ഇന്നും ഞാനും ജോൺ മാത്യു സാർ അടക്കമുള്ള അധ്യാപകർ അതിന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഇതാണ്, ആ തിരുമേനി എന്നേ പറഞ്ഞു വെച്ചു, ഇത് നടക്കുന്നില്ല എങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് പ്രയോജനമില്ല. തുടരുകയാണ് അദ്ദേഹം, മതം സന്മാർഗനിഷ്ഠ എന്നിവയ്ക്ക് വിപരീതമായ ഒരു നില അവലംബിക്കുന്നത് അപകടകരമാണ്. സന്മാർഗ ചിന്ത തിരുമേനിയുടെ പ്രസംഗിപ്പോൾ പറയുകയുണ്ടായി. പത്രം വായിക്കുന്നത്, ഇന്ന് പത്രം വായിക്കുമോ? ഉറപ്പാണ്? രണ്ട് ചോദ്യം ചോദിക്കട്ടെ. അതൊഴിച്ച് സാർ ഒരു പഠനം ചെയ്തു അല്ലേ? ഡൽഹിയിൽ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ സിവിൽ സർവീസ് ആഗ്രഹമുള്ള കുറേ വിദ്യാർത്ഥികളുണ്ട്, സ്വപ്നങ്ങളുള്ള വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ പഠിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഡൽഹിയാണ്. ധാരാളം ഇന്ത്യയിലെ പ്രശസ്തമായ ട്രെയിനിങ് കേന്ദ്രങ്ങൾ ഡൽഹിയാണ്. അത്തരം കേന്ദ്രങ്ങൾ പഠിക്കുമ്പോൾ ആദ്യ ക്ലാസ്സിൽ അവിടുത്തെ അധ്യാപകർ വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യവും, നാട്ടിലെ ഞങ്ങളുടെ അടുക്കൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം നമ്മുടെ വൈരുദ്ധ്യം ഞാൻ മുഴുവൻ. ഞങ്ങളുടെ അടുക്കൽ വിദ്യാർത്ഥി എന്ന് പറയുകയാണ്, ഏതൊരു അധ്യാപകരുടെ അടുക്കൽ വിദ്യാർത്ഥി എന്ന് പറയുകയാണ്, സാറേ എനിക്ക് ഒരു IAS ആകണമെന്ന് വലിയ ആഗ്രഹമാണ്, ഞാൻ എന്ത് ചെയ്യണം? ഞങ്ങളെല്ലാവരും പറയും ദിവസവും പത്രം വായിക്കണം എന്ന് പറയും. ഡൽഹിയിൽ സിവിൽ സർവീസ് അസ്പയറൻസ് ഇരിക്കുന്ന ക്ലാസ്സിലെ ആദ്യ ക്ലാസ്സിൽ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് ദയവായി പത്രം വായിക്കരുത്. പത്രം വായിക്കരുത്. കാരണം എന്താ? പത്രത്തിൽ നിന്ന് കൂടുതലും ഉള്ളതും എന്താ? നിഷേധാത്മകമായ വാർത്തകളാണ്. നമ്മുടെ മനസ്സ് ഒരു ദിവസം പത്രം വായിച്ചതിന് അത്രയും സ്വസ്ഥത എന്ന് നമുക്ക് തോന്നും. തിരുമേനി സൂചിപ്പിച്ച പോലെ പിതാവിന്റെ സഹോദരൻ തന്റെ ജ്യേഷ്ഠന്റെ രണ്ട് മക്കളെ കഴുത്തറുത്ത് കൊന്നു എന്നുള്ള ഒരു വാർത്ത വായിക്കുമ്പോൾ ഒരു ദിവസം നഷ്ടപ്പെട്ട പോലെ നമുക്ക് തോന്നും. ഓരോ ദിവസവും അത്ര നിഷേധാത്മകമായ ധാരാളം വാർത്തകൾ, നമ്മുടെ മനസ്സ് മടുപ്പിക്കുന്ന ധാരാളം വാർത്തകൾ. ഈ വാർത്തകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ യഥാർത്ഥ വിദ്യാഭ്യാസം കൊണ്ട് സാധ്യമാകേണ്ടത് സന്മാർഗനിഷ്ഠയാണ് എന്ന് തിരുമേനി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നിങ്ങളൊക്കെ നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിനികളും അല്ലാത്ത ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. ഒരു സ്കൂളിലെ ഒരു കോളേജിലെ അനുഭവം ഞാൻ പറയാം. വാല്യൂ എഡ്യൂക്കേഷൻ ക്ലാസ് നടക്കുകയാണ്. അന്ന് പഠിപ്പിക്കേണ്ടത് ചാസ്റ്റിറ്റി എന്ന വിഷയമാണ്. ഇതൊരു വാല്യൂ ആണ്. ചാസ്റ്റിറ്റി എന്ന് പറയുന്ന ഒരു വാല്യൂ ആണെന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെയല്ലേ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് തുടക്കത്തിൽ അധ്യാപിക ചോദിച്ചു, വാട്ട് ഈസ് ചാസ്റ്റിറ്റി? ഉടൻ മറുപടി വന്നു എന്നാണ് പറയുന്നത്, ചാസ്റ്റിറ്റി ഇസ് ദ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി. എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ തലമുറയുടെ സാൻമാർഗിക ബോധം തലതിരിഞ്ഞതാണ്. തിരുമേനി പറഞ്ഞു, അതിരുകളില്ലാതെ വിലക്കുകളില്ലാതെ എന്റെ തെറ്റും ശരിയും ഞാൻ തന്നെ തീരുമാനിക്കും, എന്റെ ശരീരം എന്റെ അവകാശമാണ് എന്നൊക്കെ പുതിയ തലമുറ പറഞ്ഞു തുടങ്ങുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് വിദ്യാഭ്യാസവും സാൻമാർഗിക ബോധവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അഭിമന്യ പരിമല തിരുമേനി പറഞ്ഞു വെച്ചിരുന്നു. ഇത് ഒന്നിൽ നിന്ന് രണ്ടും ചേർന്ന് പോകേണ്ടതാണ്. ഇത് പരസ്പര പൂരകങ്ങളാണ്. വിദ്യാഭ്യാസത്തിൽ നിന്ന് സാൻമാർഗിക ബോധം മാറ്റി നിർത്തിയാൽ സമൂഹത്തിന് അപജയമുണ്ടാകും, മൂല്യശോഷണമുണ്ടാകും എന്നൊക്കെ ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ വിദഗ്ധർ പറയുന്നതിന് 60-70 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധനായ പരിമല തിരുമേനി ഇവ തമ്മിലുള്ള ബന്ധം പാരസ്പര്യം തിരിച്ചറിയുകയും അത് തന്റെ സമൂഹത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
കാലത്തിന് മുൻപേ നടന്ന ചിന്തിച്ച കർമ്മയോഗിയാണ് എന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ജനങ്ങളുടെ ഇടയിൽ സത്യം, സന്മാർഗ ആചരണം, വിശ്വാസം, ഭക്തി, പരസ്പര ബഹുമാനം എന്നിവ വളർത്തണം. ഓരോ കാര്യങ്ങൾ നമുക്ക് എടുക്കാം. സത്യം. എന്താ സത്യം? സത്യം എന്താണ്? എനിക്ക് പ്രിയമുള്ളതാണ് എൻ്റെ സത്യം, അല്ലെ? എനിക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ സത്യം എന്ന് പറയുന്നത്. സത്യം, സന്മാർഗ ആചരണം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. വിശ്വാസം. നിങ്ങൾക്കറിയാമല്ലോ, വിശ്വാസത്തെക്കുറിച്ച് ധാരാളം നിർവചനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് നിങ്ങളെ കിടക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ചില ബോധ്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ വിശ്വാസത്തിന്റെ തെളിവ് നമ്മുടെ പ്രാർത്ഥനയാണ്. ഞാൻ പ്രാർത്ഥനയെപ്പറ്റി ധാരാളം വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ഗവേഷണം ചെയ്തിട്ടില്ല. പക്ഷെ പരിമല തിരുമേനി ഈ പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞ ഒരു വാക്യം ഞാൻ കുറിച്ചു വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ലോകത്തെ ദൈവത്തോട് ചേർക്കുന്ന പൊന്നിൻ ചങ്ങലയാണ് പ്രാർത്ഥന. എനിക്ക് വളരെ സ്വീകാര്യമായി തോന്നി. പിന്നെ പറയുന്നു, ശൈശവത്തിലെ ഉത്സാഹവും, നിങ്ങൾക്കൊന്ന് ഫിലപ്പ് ചെയ്യണം, യൗവനത്തിലെ ആശ്രയവും, വാർദ്ധക്യത്തിലെ സമാധാനവും. ഇത്ര ശ്രേഷ്ഠമായ, ഇത്ര ചിന്തോദ്ദീപകമായ, ഇത്രമാത്രം അർത്ഥപൂർണമായ ഒരു നിർവചനം ഞാൻ ഈ അടുത്ത കാലം വരെ എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടില്ല. ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ എൻ്റെ വാക്കുകളായി ആരെങ്കിലും കുറെ വർഷങ്ങൾക്ക് ശേഷം ഉദ്ധരിക്കണം എന്നുള്ള ചിന്ത കൊണ്ടല്ല. പിന്നെയോ, ഇതെന്റെ വിശ്വാസമാണ്, ഇതെന്റെ തത്വങ്ങളാണ്. എൻ്റെ മക്കൾ ഈ തത്വങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തിരുമേനി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും സന്മാർഗ ആചരണത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും അവസാനമായി പരസ്പര ബഹുമാനത്തെക്കുറിച്ചും, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ആദരിക്കുന്നതിനെ കുറിച്ച്. നമുക്കെല്ലാം നഷ്ടപ്പെടാൻ വലിയ പ്രയാസം, എല്ലാവർക്കും നേടണമെന്നുള്ളതാണ് പുതിയ ചിന്താഗതി. ആർക്കും തോൽക്കാൻ തയ്യാറല്ല. പക്ഷെ ആരെങ്കിലും ഒക്കെ തോൽക്കാതെ മറ്റാരൊക്കെ എങ്ങനെയാണ് വിജയിക്കുക എന്നുള്ള ചിന്ത കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. ധാരാളം നല്ല ചിന്തകൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ പരിമല തിരുമേനി തന്നിട്ടുണ്ട്. ഇത് പുസ്തകങ്ങളിലുള്ള അക്ഷരങ്ങളായി നിലനിൽക്കാതെ നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമായി മാറട്ടെ എന്നുള്ള ആശംസയോടെ പരിമല തിരുമേനി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, അപേക്ഷയോടെ എൻ്റെ വാക്കുകൾ പൂർത്തിയാക്കുന്നു. ദൈവം